ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടു ഇൻഫോം മീഡിയ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, ബീഫ് മന്തി. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. സെല്ല ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വെക്കുക. വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. തിളച്ച് വരുന്നതിന് ശേഷം അരിയിടാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിൽ ഏലക്ക, കറുവാമ്പട്ട, കുരുമുളക്, ഗ്രാമ്പു, വലിയ ജീരകം ഇതെല്ലാം കൂടെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ടെല്ലാം കൂടെ ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, കറുവാപ്പട്ട എല്ലാം കൂടെ അതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന ആ അരി അതിലേക്ക് ഇടാനുള്ള സമയമാവും. നമ്മുടെ അരി ഏകദേശം ഒരു 50% വേവായി, അതായത് 50%, ഒരു 50-60% വേവായിട്ടുണ്ട്. അരി കടിക്കണം. ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ബീഫിനെ റെഡിയാക്കി കുക്കറിനകത്ത് വെച്ചിട്ട് 4 വിസിൽ, 5 വിസിൽ, മാക്സിമം 5 വിസിൽ. കുക്കറിനനുസരിച്ചിരിക്കും അതിൻ്റെ വേവ്, ഇറച്ചിയുടെ വേവ് അനുസരിച്ചിരിക്കും. അത് ഏകദേശം ഒരു 5 വിസിൽ. ഇവിടെ ബീഫ് എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ബീഫിൻ്റെ ഒരവസ്ഥ. ഇതിലേക്കാണ് നമ്മൾ ചോറ് ചേർക്കാൻ പോകുന്നത്. വെന്ത ബീഫ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മളെല്ലാം നെയ്യെല്ലാം ഇറങ്ങി ഇതുണ്ട്, ഇതെല്ലാം ഇറച്ചി എല്ലാം എല്ലിൽ നിന്ന് വിടുന്ന രീതിയിൽ ഇതാണ്ട് പുക പൊങ്ങുന്നുണ്ടോ. നമ്മൾ 3.5 കിലോ ഇറച്ചി ഉള്ളതുകൊണ്ട് 2 കുക്കറിലാണ് വെക്കുന്നത്. 2 കുക്കറിൽ ആ ബീഫിൻ്റെ സാലന, അതായത് ആ ചാറ് 2 കുക്കറിലേക്കും ഒരു ചെറിയ രീതിയിൽ ഒഴിച്ച് മാറ്റി വെക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഫ്രഷ് മിൽക്കിനകത്ത് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ലാസ്റ്റ് കളറിങ്ങിന് വേണ്ടി ചേർക്കാനുണ്ട്. ഫൈനൽ സ്റ്റേജിലാണ്. ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ബീഫ് നമ്മൾ റെഡിയാക്കി വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പാലിൽ ചേർത്ത് ആ കളറ് അങ്ങ് ചേർത്തിട്ടുണ്ട് നാച്ചുറലായിട്ട്. 2 ചെറിയ ബൗള് വെക്കുക. 2 ഇതിലേക്ക് കണ്ടോ, 1, 2 ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് നമ്മൾ ചിരട്ടയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ചിരട്ട റെഡിയാണ്, പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിരട്ട നമ്മൾ കത്തിച്ച് വെക്കാൻ പോവാം. അപ്പോൾ ഇതിനകത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് പുക വരുമ്പോൾ തന്നെ നമ്മൾ അന്നേരം തന്നെ അതിനെ മൂടി വെച്ചു. അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ, ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ. അത് നമ്മുടെ ബീഫ് മന്തി റെഡി. ഇതാണ്.